കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഓരോ മക്കളും തീർത്ഥാടകരായും ഓൺലൈനിലും അനേക ഹൃദയഭാരങ്ങളോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിലെ ശരണം ഗമിച്ചിരിക്കുന്ന അമ്മേ, പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് അരുളി ചെയ്ത അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ലോകത്തിലെ എല്ലാ വ്യക്തികളെയും കൃപാസനം മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അനുഭവവേദ്യമാകുന്നത് പോലെ ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരുടെ കൂടെ എന്ന് സുവിശേഷം നൽകുന്ന വെളിപാടിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കഥനങ്ങളിലും കണ്ണുനീരിലും കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കൈമുരല് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് ചീടിൻ്റെ ചെവി തുറന്ന കർത്താവെ, ലാസറസ് പുറത്തു വരിക എന്നളി ചെയ്തുകൊണ്ട് മരിച്ചുപോയവൻ്റെ ശവമാടത്തെ തുറന്ന കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഈ ആരാധനയിലൂടെ തുറന്നിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, ദിവ്യകാരുണ്യമേ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിൻ്റെയും തിരുവിലാവിൽ മുറിവേറ്റതിൻ്റെയും നീ ഏറ്റുവാങ്ങിച്ച പരിഹാരപൂർണമായ തിരുമരണത്തിൻ്റെയും മഹത്വപൂർണമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വർഗത്തിൻ്റെ അവശേഷിപ്പായ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധി നിന്നുകൊണ്ട് നിന്റെ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ദിവ്യകാരുണ്യ സ്നേഹം സ്തുതിക്കട്ടെ. ഒരുമിച്ച് പാടുക എല്ലാവരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഗുരുതരമായ രോഗങ്ങള് ഇനി എൻ്റെ ജീവിതം തീർന്ന് ഞാനിൽ നിന്ന് സുഖപ്പെട്ടാൽ പോലും എനിക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിൽ ഓരോ ദിവസവും ഓരോ വിപത്തിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ, കാനായിലെ കല്യാണ വിരുന്നിലെ അങ്ങയോട് മധ്യസ്ഥ യാചിക്കാൻ ദൈവം കൽപ്പിച്ചു നൽകിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ
ഞങ്ങളെല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെ മേലും നിന്റെ വലിയ വലിയ തിരുമുറുമാർന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തി നിന്നിലേക്ക് ആവസിക്കുകയും യേശുക്രിസ്തു നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥ ജ്വലിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികണ്ട ഹല്ലേലൂയ. സാക്ഷി അതായത് ഈ റീന നിലമ്പൂരിൻ്റെ സാക്ഷ്യം ഉണ്ടല്ലോ, റീന നിലമ്പൂരിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു മകനാണ് വിഷയം. അമ്മയും മകനും അപ്പം മകൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് വല്ലാത്തൊരു സ്വാധീനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നിർത്തിക്കൊണ്ടാണ് ഈ മകൻ്റെ ജീവിതം ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയും ദൈവവും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടെന്ന് മകന് ബോധ്യമാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീന നിലമ്പൂരിൻ്റെ മകൻ്റെ സാക്ഷ്യം അവർ അമ്മയും മകനും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവനൊരു എന്തോ ഒരു ബിടെക് എൻജിനീയറാണ്. ആ ബിടെക് എൻജിനീയർ ആണെങ്കിൽ അവൻ ഹോസ്റ്റലിലേക്ക് പഠിച്ച് അവൻ്റെ വയറൊക്കെ പോയായിരുന്നു. ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കിട്ടുന്നത് എനിക്കറിയാമല്ല. നമ്മുടെ വീട്ടിൽ അമ്മമാർ കൊടുക്കുന്ന ഭക്ഷണം ലോകത്ത് എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ എൻ്റെ ഭക്ഷണം മരിച്ചുപോയി. ഇന്ന് വരെ ഞാൻ പിന്നെ കഴിക്കേണ്ട ജീവിക്കാൻ വേണ്ടിയൊക്കെയൊന്നുമില്ല. അത്രയും അമ്മ ചമ്മന്തി അരച്ച് തന്നപ്പോൾ ഞാൻ അമ്മയുടെ കൈവ് നക്കുമായിരുന്നു 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് വരെ. അതാണ് അമ്മ. എന്നിട്ട് അമ്മ തന്നെ വേറെ തന്നെ പകരമില്ല. അപ്പം ഇതിന് ഹോസ്റ്റലിൽ പഠിക്കണത് തന്നെ അത് തന്നെ ഒരു ടോർച്ചറിങ്ങാണ് ശരിക്കും. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ ജീവിതമൊക്കെ എന്ന് പറയുമ്പോൾ ഇവന് അൾസറായിപ്പോയി അവസാനം. അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മക്കളെ നോക്കി നിൽക്കുന്ന അമ്മമാർ ഈ കോലം കെട്ട് വരുമ്പോൾ അവർ സഹിക്കത്തില്ല. അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ പോയി പുറത്ത് പോയി പഠിക്കുകയാണ്. ഇവനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡൻസും ഇല്ല. എന്താ ഭക്ഷണം എപ്പോഴും ഇങ്ങനെ പൊടിച്ചത് കെട്ടലും ഛർദിലും പനിയൊക്കെ ആയിട്ട് എല്ലാ അറ്റൻഡൻസും പോയിരിക്കുകയാണ്. കൊളാപ്സായി. പഠനജീവിതം കൊളാപ്സായപ്പോഴും അമ്മ എന്നിട്ടും വിശ്വാസം കളയാതിരിക്കുന്ന കാരണം ഇവൻ റിലേ ചെയ്തിരിക്കുന്ന മുഴുവൻ അമ്മയുടെ വിശ്വാസത്തിലാണ്. എന്താ കാര്യം? അമ്മ പറഞ്ഞ ദൈവം എപ്പോഴായാലും ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് മക്കൾ അങ്ങനെ വിശ്വസിക്കണം ശരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയായിരുന്നു സാക്ഷ്യം കേട്ടപ്പോൾ. ദൈവമായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് മക്കൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് മനസ്സിലാകണം. കാര്യം അവരൊക്കെ നല്ലവണ്ണം നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്. നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്, ചിന്തിച്ച മക്കളാണ്. നമ്മൾ വളർന്നു വന്ന കാലമല്ല ഇത്. 10 എടുത്ത് 5 നിരീശ്വരവാദികളാണ് ലോകത്തുള്ളത്. കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും നിരീശ്വരവാദികളാണ്. പ്രൊഫസർമാരായിട്ട് വന്ന പകുതി 10-20% മാത്രമേ വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ വിശ്വാസിയാണ് അവിശ്വാസിയാണ് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളെ വളർന്നു വരുന്നത്. പിന്നെ ദിശാബോധം കൊടുക്കാനുള്ളത് അമ്മയും അപ്പനുമാണ്. പക്ഷെ അമ്മയുടെ റോളെന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര വലിയ റോളാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നിങ്ങളുടെ പുരുഷന്മാരോട് ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനുള്ള സ്ത്രീയെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ 10 വട്ടം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ജനിപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള നിങ്ങൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന ഉണ്ടാകണം. റീന നിലമ്പൂർ പറയുന്ന ഒരു സത്യമുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എൻ്റെ തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൽ വിശ്വസിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആൾക്കാരൊക്കെയാണ് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്? ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരേ കാര്യമേ ഉള്ളൂ. എൻ്റെ മകൻ മാത്രമല്ല,
അവൻ്റെ മകനും മകൻ്റെ മകനും മകളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകൾക്ക് അപ്പുറത്തും അവർ കർത്താവിൻ്റെ വിശ്വാസികളായിരിക്കണമെന്ന് ശ്രുതികട ലലിയ. ഹല്ലേലൂയ നല്ല പാട്ടാണ്, ഒരുമിച്ച് പാടുക, ആവർത്തിച്ച് പാടുക. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ കൈയടിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് എൻ്റെ മക്കളെ ഒരു ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ദൈവം ആ ഒരു ഫയൽ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അച്ഛൻ മുമ്പ് പറഞ്ഞ എന്താണ്, നിങ്ങൾ ഉടമ്പടി ജീവിതത്തിന് ശേഷം, ഉടമ്പടി കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതിൻ്റെ സത്യവാങ്മൂലം, ഒരു മൗന സത്യവാങ്മൂലം ദൈവത്തിന് കൊടുക്കണം. എന്നാൽ കുറച്ച് കാര്യം കുറച്ച് എളുപ്പമാവും ഈ സംഭവം. നമ്മുടെ മുഴുവൻ പ്രശ്നം, പല പ്രാർത്ഥനകളും ഉടമ്പടി പ്രാർത്ഥന താമസിക്കാൻ, ഉത്തരം താമസിക്കാൻ കാരണം ഉടമ്പടി കാലത്തിന് ശേഷമുള്ള അസസ്മെൻറ്റ് വളരെ പൂറായത് കൊണ്ടാണ്. നിങ്ങൾ പഴയ ബോറന്മാരായിട്ടും ദൈവത്തിന് ഇറക്കാത്ത ആൾക്കാരായിട്ട് ജീവിക്കാനായിട്ട് ദൈവത്തിന് അറിയാം. ഉടമ്പടി കാലത്തിന് ശേഷം നിങ്ങൾ ഇതിനേക്കാൾ മോശമായ ജീവിതം 10 പൈസ കൈ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡംബരം കാണിച്ചു, ആളുകളിയായി, അഹങ്കാരമായി, ദൈവത്തിനെ മറന്ന് ജീവിക്കണ ദൈവത്തിന് നേരത്തെ ദൈവത്തിൻ്റെ റിസൾട്ട് ഉള്ളതാണ്. നമ്മളുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഫയല് തലവിധി തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. ഉണ്ട് വാട്ട് ഇസ് ദ ചലഞ്ച് ഓഫ് ദി സ്പിരിച്വൽ ലൈഫ്? നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? നിങ്ങളുടെ ഇനിയുള്ള ശേഷിച്ച ജീവിതകാലത്തെക്കുറിച്ച് ദൈവത്തിരുസേന ഓൾറെഡി റെക്കോർഡായിട്ട് പോയിട്ടുള്ള വിഷയങ്ങളിൽ ദൈവത്തിന് നിരക്കാത്തത് വല്ലതും ഉണ്ടെങ്കിൽ തിരുത്തണം നിങ്ങൾ. മനസ്സിലായ? നമ്മുടെ തലവിധി നമുക്ക് തന്നെ തിരുത്താൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സത്യവാങ്മൂലം കൊടുക്കണം. കർത്താവേ, ഞാൻ ഈ അപകട അവസ്ഥയിൽ നിന്ന് നീ ഉടമ്പടി വഴി എന്നെ രക്ഷപ്പെടുത്തിയാൽ ശേഷിച്ച കാലം, ഇപ്പം റീന നിലമ്പൂർ എന്താ പറയണത്, ഞാൻ മാത്രമല്ല, എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഈ രക്തത്തിൽ പിറക്കുന്ന തലമുറകളെല്ലാം നിൻ്റെ വിശ്വാസം ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന്. ആ ലേഡിയുടെയൊക്കെ പ്രാർത്ഥന എന്തെങ്കിലും റിജക്റ്റ് ആവുക? ഒരിക്കലും റിജക്റ്റ് ആകത്തില്ല. റിജക്റ്റാണെന്ന് നല്ലൊരു പ്രശ്നം. അവർ പറയേണ്ട കാര്യമില്ല. അവർ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മകനും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ മകന് കുറേ പ്രശ്നം, ഹോസ്പിറ്റലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ പോയി, അവൻ്റെ പനി ഛർദിലും പിടിച്ച് അജീർണമൊക്കെ ആയി, അവരെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല, അവൻ്റെ പരീക്ഷയ്ക്ക് ഉലച്ചു പോയെന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയും, ഞാൻ എപ്പോഴും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും, ഞാൻ പട്ടിണിയാണെങ്കിലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ പോകും, എനിക്ക് നിവർത്തിയില്ലാത്ത സമയത്ത് അത് ഞാൻ കോളേജിൽ പോകാതിരുന്നുള്ളൂ. പക്ഷേ എനിക്കപ്പോൾ അറ്റൻഡൻസും പോയി, പലപ്പോഴും എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് പരീക്ഷ ചെയ്തത്. ഇത് പൂർത്തിയാക്കാൻ പറ്റുമോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എനിക്ക് അപ്പോഴുള്ള ഐഡിയ എന്താണ്, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ്. അതാണ് ആ മക്കൾ പോണ കണ്ടില്ല. മകൾ പോകുമെന്ന് പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടിയില്ല. ശരിയൊക്കെ നമുക്കിനി പ്രതീക്ഷിക്കാനൊന്നും വകുപ്പുകളോ വഴികളോ ഒന്നുമില്ല. മാതാവിൽ മാത്രം ആശ്രയിച്ചു.
തമ്പുരാനെ, നിൻ്റെ ഹിതം എന്താണോ അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഇനിയൊരു ഇതുവരെ ഈ മകൾക്ക് ഇത്രയും അസുഖങ്ങളിലൂടെ കടന്നു പോയിട്ട് പോലും അവൾ ഒരു കിടപ്പ് രോഗി പോലെ കിടന്നിട്ടില്ല. അവൾ കിടന്ന സമയം വെറും ഒരു 1-2 മാസം മാത്രമാണ് കിടന്നത്. അതുവരെ ഓടാനും ചാടാനും കളിക്കാനൊക്കെ അവൾക്ക് കഴിഞ്ഞത്. ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ RCC എന്നാണെങ്കിൽ പോലും എല്ലാ മാസം ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് എത്തുന്ന രീതി, ആരും ഇല്ലാത്ത സമയം നോക്കി, കാരണം ഇൻഫെക്ഷൻ ആവുമെന്ന് പേടിച്ചിട്ട് അത്ര സമയത്ത് വരുന്നത്. അങ്ങനെ വന്ന് ആരില്ലാത്ത സമയത്തൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം. ഞങ്ങളുടെ പ്രാർത്ഥന മൂലമാണ് ഞങ്ങളുടെ കുഞ്ഞ് അത്രയും ഡെവലപ്പായി വന്നത്. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം അടുത്ത് ഓക്സിജൻ്റെ സഹായത്തോടെ തന്നെയാണ് അവൾ ഇരിക്കുന്നത്. ലാസ്റ്റ് ദിവസം അവളെ 4ാമത്തെ ദിവസം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കേക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അവൾക്ക് കേക്കായിരുന്നു ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ ഇച്ചിരി കഞ്ഞി ഉണ്ടായിരുന്നു, അത് കൊടുത്ത് അത് കഴിക്കാൻ അവൾക്ക് പറ്റിയില്ല. അപ്പോഴേക്കും സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം ഓടി വന്നിട്ട് അവളെ മൂക്കിലൂടെ ട്യൂബ് ഇടാൻ തുടങ്ങി. ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവളെൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. മൂക്കിൽ ട്യൂബ് ഇടുന്നതിൻ്റെ 2 സെക്കൻഡ് മുമ്പ് എൻ്റെ കുട്ടി പറഞ്ഞു, അമ്മ യേശു പപ്പ വരുന്നുണ്ടമ്മ എന്ന് പറഞ്ഞു. യേശു പപ്പ വരുന്നുണ്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എപ്പോൾ അഡ്മിഷനായി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവാറുണ്ട്. അപ്പോൾ ഞാനും അതന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡിസ്ചാർജ് ആവും, നാളെ ഡിസ്ചാർജ് ആവും, ഏതവസ്ഥയായാലും കുഴപ്പമില്ല, വീട്ടിലെത്തി കിട്ടിയാൽ മതി, അവളെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ മതി എന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മോൾ പറഞ്ഞു, ഒറ്റ പ്രാവശ്യം കൂടിയും പറഞ്ഞു, അമ്മ യേശു പപ്പ വരുന്നുണ്ടമ്മ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ തന്നെ ഡോക്ടർമാർ ഓടി വന്ന് പറഞ്ഞു, കുട്ടി നീ പുറത്ത് നിൽക്കും മകളെ എന്ന് പറഞ്ഞു. അവരപ്പോഴെ തന്നെ കർട്ടനൊക്കെ ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു, കുഞ്ഞ് പോയി എന്ന് പറഞ്ഞ്. മെയ് 6-ാം തീയതിയാണ് കുഞ്ഞ് ഞങ്ങളിൽ നിന്ന് പോയത്. ദൈവമാതാവിനും തിരുകുമാരനും നന്ദി, സ്തോത്രം. അവളെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി കുഞ്ഞിനെ അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഉടമ്പടി തൈലവും ഉപ്പും തേനും അവളെ തലയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് മകളുടെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, ഇന്ന് മെയ് 6-ാം തീയതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മകളെ നീ തിരിച്ചു വരിക. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും മകളെ നീ തിരിച്ചു വരുന്നത് എനിക്കൊരു സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അമ്മേ മാതേ, ഇനി ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയോ വേറൊരു കുഞ്ഞിന് വേണ്ടിയോ നിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കില്ല. ഈ ഫയൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിന് മറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്. 4.5 വർഷക്കാലം ഈ കുഞ്ഞിന് വേണ്ടി നിൻ്റെ മുന്നിൽ ഞാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കൽ പോലും എന്നെ കൈവിടാതെ ഇതുവരെ വഴി നടത്തി. ഒരാപത്ത്, ഒരു ഇൻഫെക്ഷൻ പോലും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നീ നടത്തി. അതെല്ലാം ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മെയ് 6-ാം തീയതി വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. ജനുവരി 1-ാം തീയതി ഒരാൺകുഞ്ഞിനെ തന്ന് ദൈവമാതാവും തിരുകുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. മോള് മരിച്ച അതേ ദിവസമാണ് വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നത്. ദൈവകുമാരനും പരിശുദ്ധമ്മയും ആ കുഞ്ഞിനെ തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, വലിയ അനുഗ്രഹം തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. വാടക വീട്ടിൽ നിന്നാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഹസ്ബൻഡ് വീടാണ് എനിക്ക് സ്വന്തം. ഞാൻ ആദ്യമായിട്ടൊരു വീട്ടിൽ കയറുന്നത് ഹസ്ബൻഡ് വീട്ടിലാണ്. അതുവരെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഞങ്ങൾ വാടക വീട്ടിലാണ്. ഹസ്ബൻഡ് വീട്ടിലും സത്യം പറയുകയാണെങ്കിൽ അത് ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമല്ലായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. അതുകൊണ്ടായിരിക്കാം, ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല. എങ്കിലും കുഴപ്പമില്ല. അമ്മ മാതാവ് ഞങ്ങൾക്കൊരു ഭവനം തന്നു. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് വിൽക്കുവാൻ വേണ്ടി 3 വർഷക്കാലം ഞങ്ങൾ പരിശ്രമിച്ചു, അതും നടന്നില്ല. അമ്മയുടെ കാശ് രൂപ ആ മണ്ണിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഉപ്പ് വിതറി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കുവാൻ 1 മാസം കൊണ്ട് തന്നെ ആ സ്ഥലം വിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ ഭവനം മേടിക്കുവാൻ വേണ്ടി ഇരുന്നപ്പോൾ 25 ലക്ഷമാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം റൈറ്റുള്ള സ്ഥലം തന്നെ ആയിരുന്നു. അതൊരു ഭവനവും സ്ഥലവും ചേർന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്ര എമൗണ്ട് ഒന്നും എടുക്കാനില്ല. കുഞ്ഞിൻ്റെ മരണം, പിന്നെ സ്വന്തമായി വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സമയം. പിന്നീട് പുള്ളിക്കാരൻ, അതൊക്കെ ഇതിൻ്റെ മുന്നേയുള്ള കാര്യങ്ങളാണ്, കുഞ്ഞിൻ്റെ മരണത്തിന് മുമ്പേയുള്ള കാര്യങ്ങളാണ്. ഈ 25 ലക്ഷം പറഞ്ഞ വ്യക്തി പിന്നെ 18 ലക്ഷത്തിലേക്ക് മാറി. അപ്പോഴും ഞാൻ ആ ഭവനത്തിലേക്ക് പോയി ഉടമ്പടി ഉപ്പ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, മാതേ, നീ എനിക്കിത് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. ഈ എമൗണ്ടിന് എനിക്കറിയാമല്ലോ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, 7 സെൻറ്റ് സ്ഥലവും കുറച്ച് ഗോൾഡും, അത് മാത്രമേ ഉള്ളൂ. മോളുടെ അസുഖം നിനക്കറിയാമല്ലോ. ഇതെല്ലാം അമ്മയ്ക്ക് അറിയാം, അപ്പനും അറിയാം.
പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഏറ്റെടുത്തോളണം എന്ന് പറഞ്ഞ് ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും മണ്ണിൽ സമർപ്പിച്ച് ആ ഭവനത്തിൽ സമർപ്പിച്ച് അദ്ദേഹം കാണാതെ അവിടെയൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഭവനത്തിൻ്റെ ഓണർ RCCയിൽ ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും ആ ഭവനത്തിനെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊരു എമൗണ്ട് പറഞ്ഞു. പുള്ളിക്കാരൻ ആദ്യം ഓക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ പോയി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു എമൗണ്ടിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ അമ്മയടുത്ത് അമ്മയടുത്തൊന്നും പറയാറുണ്ട്, മാതാവേ നിനക്കറിയാമല്ലോ പുള്ളിക്കാരൻ 25 പറഞ്ഞു, 18 പറഞ്ഞു, ഇപ്പം അതാ പുള്ളിക്കാരൻ ഇത്ര എമൗണ്ട് 15 പറയുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല, 15-ലൊന്നും തരാൻ പറ്റില്ല. ഇത് അമ്മ തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ എമൗണ്ടിൽ തന്നെ ആ ഭവനം എനിക്ക് നീ മേടിച്ച് തരണം എന്ന് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ വീണ്ടും വിളിച്ചു, എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റും ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു 12 ലക്ഷമാണെങ്കിൽ ഞങ്ങളത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, സെൻറ്റിന് 4 ലക്ഷം രൂപയുള്ള സ്ഥലമല്ലേ, പിന്നെ എങ്ങനെ അത് 12 ലക്ഷത്തിന് തരും? 5 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടും ഉണ്ട്. ഞാൻ പറഞ്ഞ് അതിലാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ആ കേസ് വിട്ടോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പുള്ളിക്കാരനടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞേ, നീ വേണം ഇനി ഞങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ, അപ്പ നോക്കിക്കോളണേ എന്ന് പറഞ്ഞു. പിന്നീട് 2-ാമത്തെ ദിവസം പുള്ളിക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ലക്ഷം തരാൻ പറ്റും? ഞങ്ങൾ പറഞ്ഞു 12 ലക്ഷം തരാൻ പറ്റും എന്ന് പറഞ്ഞു. ശരി, ഒരു 50,000 രൂപ കൂട്ടി തരാമോ ചോദിച്ച് കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 12 ലക്ഷത്തിന് ആ ഭവനം ഞങ്ങൾക്ക് സ്വന്തമായി. ഇന്ന് സന്തോഷത്തോടെ ആ ഭവനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു വിരൽ മടങ്ങത്തില്ലായിരുന്നു, കൈവിരലിൽ ഒരു വിരൽ മടങ്ങത്തില്ലായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി 4-ാമത്തെ ദിവസം ആ വിരലും നോർമലായി. പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. പരിശുദ്ധമായ ഈ കൃപാസനത്തിൻ്റെ ആൾത്താരയിൽ വന്നു നിന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ പേര് മേരി ജോൺ. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. ഈശോ വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം പരിശുദ്ധ അമ്മ നേടി തന്നിട്ടുണ്ട്. ഞാൻ 2022 ഉടമ്പടി എടുത്തിരുന്നു, പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മാതാവിനോട് സോറി പറഞ്ഞിട്ട് 2024 മാർച്ച് 6-ാം തീയതി വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടും സ്ഥലവും വിൽക്കുവാൻ വേണ്ടി കുറേ നാളുകളായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു 3-4 വർഷമായിട്ട് പല രീതിയിലും OLXലും മാർക്കറ്റ് പ്ലേസ് ഏജൻസി വഴിയൊക്കെ നോക്കിയിട്ടൊന്നും വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് സാധിക്കാനില്ല. വീട്ടിലേക്ക് വഴി ഉണ്ടായിരുന്നില്ല, അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ ഞാനിവിടെ മെയ് 4-ാം തീയതി ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ ഇവിടെ പറഞ്ഞു, വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദനിക്കുന്ന ആൾക്കാർക്ക് 24 മണിക്കൂറിനുള്ളിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് ഏറ്റെടുത്ത് ഈശോ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എൻ്റെ കാര്യം മാതാവ് നടത്തി തരുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് തന്നെ വൈകുന്നേരം ഒരു 3 മണിയായപ്പോഴത്തേക്കിനും ഒരു പാർട്ടി എന്നെ വിളിക്കുകയും ഞങ്ങൾക്കത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്ന് പൈസ എല്ലാം, എനിക്ക് ലോണുണ്ടായിരുന്നു, അതൊക്കെ അവർ ക്ലോസ് ചെയ്ത് സ്ഥലം കച്ചവടമാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തതായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കസിൻ്റെ മോൻ ഇതുപോലെ അലഹബാദൊക്കെ ടൂറ് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും അവന് ടൈഫോയിഡ് ഭയങ്കര കൂടിയിട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജായി, ഡയാലിസിസ് ചെയ്തു. ആകെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് അവരവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുത്തില്ല, കാരണം ആളെ കിട്ടില്ല എന്നൊരു വിശ്വാസമായിരുന്നു അവർക്ക്. പിന്നെ ഞങ്ങൾ അവിടുന്ന് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് അവിടെയും കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്ക് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ, രക്ഷയൊന്നുമില്ല എല്ലാം പറഞ്ഞു. പക്ഷേ എന്തായാലും അവരൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഐസിയുവിലേക്ക് അഡ്മിറ്റാക്കി അവന് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ആകെ ഒരു ശ്വാസം. അങ്ങനെ കുറേ ദിവസം കിടന്ന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ എനിക്ക് കയറി കാണുവാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. പിന്നെ 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറുവാൻ സാധിച്ചത്. അപ്പം ഞാനവിടെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അത് അവൻ്റെ നെറ്റിയിലും നെഞ്ചത്തൊക്കെ വെച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ പതിയെ കണ്ണ് തുറന്ന് എന്നെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, മോൻ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു,
ആൻറ്റി അല്ലേ ഇങ്ങനെ പതുക്കെ അവൻ ചുണ്ടുകൊണ്ട് അനക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ അവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ പേടിക്കണ്ട കേട്ടോ, വേഗം അസുഖം മാറും, ആൻറ്റി പ്രാർത്ഥിക്കാം, മാതാവ് കൂടെയുണ്ട്, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വേഗം മാറും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവൻ മരുന്നിനോടെല്ലാം റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. വേഗം തന്നെ പിന്നെ 1 മാസം അവിടെ കിടന്നു. പക്ഷേ ഇപ്പോൾ അവൻ ഒരു കുഴപ്പമില്ല, നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. 22 വയസ്സാണ് അവനുള്ളത്. പ്രിൻസ് സാമുവൽ എന്നാണ് അവൻ്റെ പേര്. ഇപ്പോൾ അവൻ ചെന്നൈയിലാണുള്ളത്, അതുകൊണ്ടാണ് വരാണ്ടിരുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി കരയറ്റുന്നു, കുഞ്ഞിന് ഇത്ര വലിയൊരു സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിന്. പിന്നെ എൻ്റെ മോന് ഇവിടെ എറണാകുളത്തൊരു പ്രൈവറ്റ് ഫേമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവന് ആ ഓഫീസ് ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു, അവനും ആ കൂടെ പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചില ഓഫീസിലെ ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അവനവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാതെ വന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവൻ പോയപ്പോൾ അവൻ്റെ കൂടെ വേറെ 2 സ്റ്റാഫും കൂടെ പോയി. അപ്പോൾ അവർക്ക് ഇവനോട് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ അവന് പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് കയറാനായിട്ട് ഇവർ എക്സ്പീരിയൻസ് ലെറ്ററോ റിലീവിങ് ഓർഡറോ ഒന്നും അവർ കൊടുക്കാൻ എത്ര ചോദിച്ചിട്ടും അവർ കൊടുക്കണില്ല.